ഹലോ അസ്സലാമലൈക്കും. എവിടെയാണ് മക്കളെ എല്ലാവരും? അപ്പം ഞങ്ങളെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളിയാഴ്ചക്കത്തെ കുറച്ച് വിശേഷം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. വെള്ളിയാഴ്ച ആയാൽ പിന്നെ പറയണ്ടല്ലോ, ഇറച്ചിയും പൂള അല്ലെങ്കിൽ ചക്ക എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഏതായാലും ഞാൻ ഇതാക്കണ കുറച്ച് എല്ലും ഇറച്ചിയൊക്കെ ആയിട്ടുള്ളൊരു ഇതാട്ടോ ഇത്. അപ്പോൾ ഇറച്ചിയിൽ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, സാധാ ഒരു നാടൻ പപ്പ് തന്നെ നമ്മൾ വെക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ചക്കിക്കൊരു കറി ആയിട്ടാണ് നമ്മളിത് വെക്കണത്. ഇത് വെന്ത് കഴിഞ്ഞിട്ടൊരു കുമ്പളങ്ങൻ്റെ കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഏതായാലും കുമ്പളങ്ങ നമ്മൾ ഇറച്ചിയൊക്കെ ഇട്ട് കൊടുത്താൽ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് നല്ലതാണ്. ഇറച്ചി തിന്നാം, കൊളസ്ട്രോൾ ഉണ്ടാവില്ല കുമ്പളങ്ങ നമ്മൾ ഇറച്ചിയിലിട്ട് വെക്കുകയെന്ന് വെച്ചാൽ. അപ്പോൾ ഏതായാലും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ചതച്ചതും, അതേമാതിരി പാകത്തിന് ഉപ്പും പിന്നെ വല്ലുള്ളിയും പിന്നെ അതിലേക്ക് ഞാൻ ചെറിയൊരു തക്കാളിയൊക്കെ ഇട്ടുകൊണ്ട് പച്ചമുളകും ഒക്കെ ഇട്ട് നല്ലോണം കൊയമ്പിങ്ങാണ്ട് അടുപ്പത്തേക്ക് വെക്കുക കേട്ടോ. അപ്പം ഞങ്ങളെ അതല്ലാതെ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും തിരുമ്പലും കുളിയും അതേമാതിരി അടിച്ചലും തോത്തലും മോറലും അങ്ങനെയൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയിരിക്കണ് ഇറച്ചിക്കെന്നൊക്കെ പറഞ്ഞങ്ങാണ്ട്. അപ്പോൾ കുടിയിൽ ചക്ക ഉണ്ടായിന് കേട്ടോ മേലെ നിന്ന്. അപ്പോൾ ആ ഒരു ചക്കടാൻ വേണ്ടിങ്ങാണ്ട് അങ്ങനെ നേരം വൈകിക്കണം. പിന്നെ ഇറച്ചി ഇതൊക്കെ കിട്ടിയപ്പോൾ 11 മണി കഴിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ എളുപ്പം തന്നെ കുക്കറിൽ വെക്കാതെ, അല്ലെങ്കിൽ പിന്നെ കുടുക്കിയിലാണ് ഞാൻ വെക്കൽ. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്നങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തോളിയും. പിന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഞങ്ങളെ ലൈക്കുമേ അമർത്തിട്ടോ മക്കളെ. അപ്പോൾ ഏതായാലും ഞാൻ ഇതാക്കണേ ഇറച്ചിയൊക്കെ കുക്കർക്ക് ഇട്ട് കൊടുത്തിക്കണ്. അപ്പം ഇനി നമുക്ക് ഇതിക്ക് നല്ലോണം വെള്ളമൊക്കെ പാർന്നങ്ങാണ്ട് നമുക്കത് അടുപ്പത്ത് വെക്കുക. അപ്പോൾ ഇത് വരട്ടും ഇതാക്കുന്നല്ലോ, ഒരു കറി ആക്കിയിട്ടാണ് ഇത് വെക്കണത്. അപ്പോൾ ചക്കക്കൂട്ട് അതൊക്കെ നല്ല കറി വേണമല്ലോ. അപ്പോൾ ഞാൻ കറിക്ക് വേണ്ടിങ്ങാണ്ട് കുറച്ച് വെള്ളമൊക്കെ പാർന്നിട്ട് അങ്ങനെ അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ചിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ കുമ്പളങ്ങ ഉണ്ട് ഇവിടെ എടുത്ത് വെച്ചിക്കണ്, അതും ഇനി അങ്ങോട്ട് നുറുക്കിയെടുക്കും വേണം. അങ്ങനെ ഏതായാലും ചക്കയൊക്കെ കൊടുന്നിക്കണം കേട്ടോ. നെറുവിലാണ് ചക്ക. അപ്പോൾ അതൊക്കെ ഇട്ട് ഇക്ക നല്ലോണം ഒക്കെ വെട്ടി നുറുക്കി തന്നതാണ് കേട്ടോ അത്. അപ്പോൾ ഏതായാലും ഒക്കെ ചെത്തിങ്ങാണ്ട് അതിൻ്റെ കൂഞ്ഞൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞ് വെച്ചിക്കണെങ്കിൽ നമുക്ക് ചുളപ്പറിഞ്ഞിക്കാണ്ട് അങ്ങോട്ട് നുറുക്കിയെടുത്താൽ മതി. അല്ലാത്ത പണിയൊക്കെ ഇവിടെ കാട്ടി കൂട്ടി വെച്ചിക്കണം. അപ്പോൾ ഏതായാലും ഇനി ഇതൊക്കെ ഒന്ന് ചുളപ്പറിച്ചങ്ങാണ്ടേ എളുപ്പം തന്നെ അങ്ങോട്ട് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ ഏതായാലും ഞാൻ ചുള മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ കരുള് ഞാൻ എടുക്കണ്ട, പക്ഷെ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. വെറും ചുള മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. എളുപ്പം നന്നാക്കാൻ പറ്റുന്ന ചുള കേട്ടോ അത്. നല്ല അടിപൊളി ചക്ക കൂട്ടാനാട്ടോ ഈ ഒരു ചക്ക. നല്ല രസമാണ്. പഴഞ്ചക്കയാണ്. പഴഞ്ചക്ക പൗത്താലും ടേസ്റ്റാണ്. പിന്നെ പൗത്താൻ നല്ലോണം അങ്ങോട്ട് ഇതാവാതെ പാകത്തൊരു പുളിപ്പും മധുരമായിട്ടുള്ളൊരു ആ ഒരു ഇതികാകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു ചക്ക. അപ്പോൾ ഏതായാലും ചക്കയൊക്കെ നോക്കിയാൽ അടുപ്പത്തേക്ക് വെച്ചിക്കണം. ഇനി പെട്ടെന്ന് തന്നെ അരിഞ്ഞ് വരുമ്പോഴൊക്കെ കുറച്ച് ചിക്കൻ കൊടുന്നീന്. അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് വരട്ടിയെടുക്കും വേണം. അപ്പോൾ ഞാനതാക്കുന്നതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളകും പൊടി, അതേമാതിരി കുറച്ച് ഗരം മസാല, പിന്നെ വലിയ ജീരകപ്പൊടി, പിന്നെ ഇത് ചിക്കൻ മസാലയാണ് കേട്ടോ. അപ്പോൾ എല്ലാ മസാലകളും ഞാൻ എടുത്ത് വെച്ചിട്ട് കേട്ടോ പാത്രത്തിൽ. അപ്പോൾ നമ്മളിത് അധികം തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൊഴിച്ച് കൊടുത്തിക്കണതിലേക്ക്. അപ്പോൾ നമ്മളിതാക്കണ ആ എടുത്ത് വെച്ച പൊടികളാണ് കേട്ടോ അതൊക്കെ. ആ പൊടികൾ നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ സിമ്മിലാക്കി വെച്ചാൽ മതി കേട്ടോ. സ്പീഡിൽ കൂട്ടാൻ പാടില്ല, സിമ്മിലുണ്ടാക്കി വെക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കനാട്ടോ വെക്കണുള്ളൂ. അപ്പോൾ ഇറച്ചി അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ചിക്കൻ വെക്കണം എന്താണെന്ന് ചോദിച്ചാൽ മുഴുവനാണ്. അത് കണ്ടപ്പോൾ ഒക്കെ വെക്കണം. അപ്പോൾ ഏതായാലും ഞാനിതാ കുറച്ചെടുത്തുങ്ങാണ്ട് എളുപ്പം ഞാൻ ഈ ഒരു വെപ്പുങ്ങൾ ആരെങ്കിലും വെച്ച് നോക്കിക്കണം, ഇങ്ങനെ വരട്ടി വെച്ച് നോക്കിക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം, അപ്പോഴേ ഇതിൻ്റെ ഫുള്ള് അറിയുള്ളൂ. അപ്പോൾ ഏതായാലും ഇനി ഇങ്ങനെ അങ്ങോട്ട് പാകത്തിന് ഉപ്പിട്ട് അങ്ങോട്ട് അടച്ച് വെക്കട്ടെ. അടച്ച് വെച്ചിട്ട് ഒന്നിങ്ങോട്ട് നല്ലോണം തിളച്ചിട്ട് വേണം നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാനും. അപ്പം ഇങ്ങനെ വറുത്തുങ്ങാടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ഒരു വാസന വേറെയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാ നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരു സവോള കട്ട് ചെയ്തതും അതേമാതിരി തന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും ഒരു പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് എറിഞ്ഞാണ് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ചതച്ചത് അതും അങ്ങോട്ട് ഇട്ട് കൊടുത്തിക്കണം. ഇനി നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ 2 ചെറിയ തക്കാളി ജ്യൂസ് അടിച്ച് കഴിഞ്ഞിട്ടോ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മളിത് നല്ലോണം ഒന്ന് മൂടി വെക്കുക കേട്ടോ. പിന്നെ നല്ലോണം കത്തിച്ച് തിളച്ചിട്ട് പിന്നെ നമ്മൾ സിമ്മിൽ അങ്ങോട്ട് വെച്ചാൽ മതി കുറച്ച് നേരം. അപ്പോൾ ഏതായാലും അപ്പൊക്ക് വേകും. അങ്ങനെ ഏതായാലും നമ്മളെ ചിക്കൻ വരട്ട് ഇവിടെ റെഡി കേട്ടോ.
അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിച്ചു മക്കളെ. ജുമാ കഴിഞ്ഞ് വരുമ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ പണിയിരിക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് നമുക്ക്. പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിലൊക്കെ നമ്മൾ നെയ്ച്ചോറ്റിക്കൊക്കെ നല്ല ടേസ്റ്റാട്ടോ ഇത്. പൊറാട്ടയ്ക്ക് നെയ്ച്ചോറ്റിക്കൊക്കെ നല്ല അടിപൊളിയാണിത്. അങ്ങനെ ഏതായാലും നമ്മളെ ചിക്കൻ അവിടെ റെഡിയായി. അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ എളുപ്പം ഒരു തേങ്ങയൊക്കെ പൊളിച്ചങ്ങാണ്ടേ ചക്കക്കൂട്ടാനും തന്നെ ഇവിടെ റെഡി ആയിക്കണം. അപ്പോൾ അതിക്ക് തേങ്ങയും അപ്പോൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചെറിയ ജീരകമൊക്കെ ഇട്ട് കൊടുത്തിരിക്കണം. അപ്പോൾ പിന്നെ അതൊക്കെ ഒഴിച്ചങ്ങാണ്ട് പിന്നെ അത് നമ്മൾ കടുക് പൊട്ടിച്ച് കരിവേപ്പിൻ്റെ ഇട്ടുങ്ങാണ്ട് അതും പാടെ അങ്ങോട്ട് ഒഴിച്ച് വെച്ചാൽ നല്ല അടിപൊളി ചക്കക്കൂട്ടാനായിട്ടോ. നല്ല വിരകിന സൂപ്പർ ചക്കക്കൂട്ടാനായിട്ടോ. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഏതായാലും ഞാനിതാ എല്ലാം ആക്കി ഇവിടെ വെച്ചിരിക്കണം. ഇനി ചോറ് വെച്ചാണ് ജുമാ ഇനി വരാനായിക്കണം. കുടുക്കിയത് നമ്മളെ സൂപ്പാട്ടോ കുറച്ചുകൂടി ഉണ്ട്. അപ്പോൾ അതങ്ങനെ അവിടെ വെച്ചിക്കുക. മക്കൾക്കൊന്നും പിന്നെ പറ്റൂല. അപ്പോൾ ഏതായാലും ഞാനിതാ നമ്മളെ ചിക്കനും അതേമാതിരി പിന്നെ ഞാൻ ബീഫ് വന്നിട്ട് പിന്നെ അതിക്കൊരു കുമ്പളം കെട്ടുകാണ്ട് ഒറ്റ വിസിൽ പിന്നെ അടുപ്പിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ പാകത്തെ വേവ് വയ്ക്കണം. അപ്പോൾ നമ്മളെ ചക്കക്കൂട്ടാനൊക്കെ ഒന്ന് വിളമ്പിരിക്കട്ടെ. നല്ല വിരയ്ക്ക് അടിപൊളി ചക്കക്കൂട്ടാനാട്ടോ. പിന്നെ എനിക്ക് കറിയൊക്കെ പാർന്ന് ഇത് ഇവിടെ നിന്നങ്ങാണ്ട് തിന്നാൻ എന്തായാലും കജൂല. അപ്പോൾ ഏതായാലും എളുപ്പം തന്നെ ഹാൾക്ക് പോട്ടെ. പേനിട്ട് അവിടെ കുത്തിരിക്കാം. നല്ല വിരകണ ചക്ക ഇറച്ചി കറി കുമ്പളങ്ങി ഇറച്ചി മതിയോ? അങ്ങനെ ഞാനും ഇവിടെ കുത്തിരുന്നു കേട്ടോ. മോളുണ്ട് അവിടെ. സൂര്യൻ പിന്നെ പള്ളിയിൽ ഞാൻ കുടിയിട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം അതൊക്കെ തന്നെയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.